വണ്ടിപ്പെരിയാർ ഗ്രാംപിയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടങ്ങിയിരിക്കുന്നു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, പറയൂ. സ്മിത, ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പ് പോയിട്ടുണ്ട്. കാരണം ഈ കടുവയുടെ കാലിനേറ്റ പരിക്ക് ഗുരുതരമാണ്. അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനൊന്നും കഴിയുന്നില്ല. അത് ഇങ്ങനെ അവശനായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് പോയിരിക്കുന്നത്. ആദ്യഘട്ട ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വനം വകുപ്പിന്റെ പ്രത്യേക സംഘം ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഉണ്ട്. കോട്ടയത്ത് നിന്നും അതുപോലെ തന്നെ തേക്കടിയിൽ നിന്നുമുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ സംഘമാണ് നിലവിൽ ഈ കടുവയെ മയക്കുവെടി വെക്കാൻ വേണ്ടി ഈ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അനുമതിയും കോട്ടയം DFO രാജേഷ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് ഈ കടുവ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കാലിലെ പരിക്ക് ഗുരുതരമായതോടുകൂടി അതിനെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി. ഈ ഒരു ഘട്ടം എത്തിയതോടുകൂടിയാണ് മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇര തേടാൻ കഴിയാത്ത അവസ്ഥ കൂടിയുണ്ട് ഈ കടുവയ്ക്ക്. ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയില്ലെങ്കിൽ അതിന്റെ ജീവന് തന്നെ കൂടുതൽ ആപത്താകാനുള്ള സാധ്യതയാണ് വനം വകുപ്പ് കണക്കാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇതിനെ പിടികൂടാതെ ഇത് അവശ്യ നിലയിലാണെങ്കിൽ പോലും ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ തുടരുന്നത് വലിയ തരത്തിലുള്ള പേടി ഈ ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു തോട്ടം മേഖലയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തോട്ടം മേഖലയാണ്. സാധാരണക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഇവിടെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായതോടുകൂടി അവരുടെ ജോലി സ്ഥലങ്ങളൊക്കെ തന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തൊന്നും ജോലിയെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അതൊക്കെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കടുവയെ പിടിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. രാഹുൽ, ഇപ്പോൾ തന്നെ സമയം 5:45 ആയിട്ടുണ്ട്. ഇരുട്ട് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദൗത്യം എത്ര നേരം നീളാനാണ് സാധ്യത? പുനരാരംഭിക്കുകയും ചെയ്യും. ഈ ദൗത്യം അതാണ് 6:30 വരെയാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ സമയം ഈ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇരുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ചാലും ഈ കടുവ എങ്ങോട്ടെങ്കിലും ദൂരെ ഓടിപ്പോവുകയാണ്. ഏകദേശം 10 മിനിറ്റോളം സമയം വേണം ഈ കടുവ മയങ്ങുന്നതിന് വേണ്ടി. ആ സമയത്ത് ഇത് എങ്ങോട്ട് വേണമെങ്കിലും ഓടാനുള്ള സാധ്യതയുണ്ട്. കാലിന്റെ പരിക്ക് ഈ മയക്കുവെടി ഏറ്റു കഴിയുമ്പോൾ ഒരുപക്ഷെ ആ വേദന മറന്നുകൊണ്ടും കടുവ ഓടാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ കൂടുതൽ ദൂരം ഒന്നും പോകാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടും അതിനു മുമ്പ് ഈ ഇരുട്ടുന്നതിന് മുമ്പുള്ള സമയത്ത് മയക്കുവെടി വെക്കാനുള്ളൊരു തീരുമാനം ഉണ്ട്. അങ്ങനെയുള്ളൊരു ദൗത്യം നടപ്പാക്കുക എന്നാണ് നിലവിലത്തെ ലക്ഷ്യം. എന്തായാലും ഇന്ന് നടന്നില്ല എങ്കിൽ 6:30-ക്കുള്ളിൽ ഈ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നാളെ രാവിലെ വീണ്ടും ആ ദൗത്യം പുനരാരംഭിക്കും. ഇനി മയക്കുവെടി വെച്ച് പിടികൂടുകയാണെങ്കിൽ ഈ കടുവയെ നേരെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക്, അതായത് തേക്കടിയിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തി ഈ വിദഗ്ധ ചികിത്സ നൽകുക, ഈ കാലിൻ്റെ പരിക്കുൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നോക്കി ചികിത്സ നൽകുക എന്നുള്ളതാണ് നിലവിലത്തെ തീരുമാനം. എന്തായാലും മറ്റ് ആക്രമണങ്ങളിലേക്കൊന്നും ഈ കടുവ പോയിരുന്നില്ല. അത് ആശ്വാസകരമായ കാര്യമാണ്. ചെറിയ മൃഗങ്ങളെയൊക്കെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായെങ്കിൽ പോലും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങളെ ഒന്നും കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നില്ല. അത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഈ ജനവാസ മേഖലയിൽ അവശനാണെങ്കിൽ പോലും ഇങ്ങനെ തുടരുന്നത് വലിയ ആശങ്കയും വലിയ ബുദ്ധിമുട്ടും നാട്ടുകാർക്കുണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ ഈ ദൗത്യസംഘമാണ് നിലവിൽ ഇപ്പോൾ അവിടെ തുടരുന്നത്. കടുവയെ ലൊക്കേറ്റ് ചെയ്തതിന് എത്ര അകലത്തിലാണ് ഈ ദൗത്യസംഘം ഇപ്പോഴുള്ളത്? ഒപ്പം തന്നെ അവിടെയുള്ള ജനവാസ മേഖലയാണ്, ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തതിൽ നിന്ന് ആകാശദൂരം 100 മീറ്റർ മാത്രം അകലമേ ഉള്ളൂ ഈ ദൗത്യസംഘം നിൽക്കുന്ന ഇടവുമായിട്ട്. അവിടെ നിന്ന് 100 മീറ്റർ അകലെ മാറി ആകാശദൂരത്തിൽ ഈ കടുവയുണ്ട്. അത് രാവിലെ മുതൽ തന്നെ ആ പ്രദേശത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക്, ഈ ചോലകൾക്ക് പുറത്തേക്കൊന്ന് വന്നിരുന്നു. വീണ്ടും ആ കിടന്ന സ്ഥലത്ത് തന്നെ രാവിലെ എവിടെയാണോ കിടന്നിരുന്നത് അവിടെ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് തീർത്തും അവശനാണ്. അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. തെർമൽ സ്കാനർ ഉൾപ്പെടെയുള്ള ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എവിടെയാണ്, എങ്ങനെയാണ്, അതിൻ്റെ ശരീരൂഷ്മാവ് ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് അതിനെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൂടുതൽ, അതായത് ഈ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കടുവ അവിടെ തന്നെയുണ്ട്. ഈ പ്രദേശത്തൊക്കെ ജനവാസ മേഖലയാണ്. നമ്മൾ ഈ ചുറ്റി ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ജനവാസ മേഖലയാണ്. ഇവിടെ എല്ലാം ലയങ്ങളാണ്. തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. ഈ ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരോടൊന്നും പുറത്തേക്ക് ഇറങ്ങരുത്, നിലവിൽ ഒരു പുറത്തേക്ക് ഇറങ്ങരുത്. ഈ മയക്കുവെടി വെക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്തൊന്നും ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലയങ്ങളാണ്, നമ്മൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ലയങ്ങളാണ്. ലയങ്ങളിലൊക്കെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായമായവരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ ലയങ്ങളുടെയൊക്കെ ഏകദേശം ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ആകാശദൂരം ഒരു 150 മീറ്റർ മാത്രം. സാധാരണ ഈ ലാൻഡ്സ്കേപ്പ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 300 മീറ്റർ ദൂരത്തിൽ മാത്രം
ആണ് ഈ കടുവയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ജാഗ്രതയും ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വനം വകുപ്പ്. ഒരു കാരണവശാലും പുറത്തേക്ക് നിലവിൽ ഈ ദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് വരാൻ പാടില്ല, കാഴ്ച കണ്ട് നിൽക്കാൻ പാടില്ല. ഒരു മാന്യമായ ദൂരം പാലിച്ചു വേണം എല്ലാവരും നിൽക്കാൻ. അത് നമ്മളാണെങ്കിൽ പോലും മാന്യമായ ദൂരം പാലിച്ചു വേണം നിൽക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ദൗത്യത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മരുന്നുൾപ്പെടെ നിറയ്ക്കുന്ന നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഈ മരുന്ന് കോക്ടെയിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ അവിടെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഉടൻ തന്നെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് കരുതുന്നത്. ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ അത് നാളത്തേക്ക് മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ അധിക സമയം നീണ്ടു പോകാതിരിക്കുക, മയക്കുവെടി വെച്ച് പിടികൂടുന്നതാണെങ്കിൽ പോലും അധിക സമയം നീണ്ടു പോകാതിരിക്കുക, എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതായിരിക്കും ഈ കടുവയുടെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യമെന്ന് വനംവകുപ്പ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ ഒരു കൂടുൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൂടുകൂടെ സ്ഥാപിച്ചുകൊണ്ട് ഇതിനെ ഇപ്പോൾ നിലവിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു കൂടുകൂടി സ്ഥാപിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കൂട് സ്ഥാപിച്ചാലും അതിന് അധിക ദൂരം നടക്കാൻ കഴിയില്ല. പിൻഭാഗത്തെ വലത് കാലിലാണ് ഈ പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് അത് കൂടുതൽ ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കൂട് സ്ഥാപിച്ചാലും അത് ഇര തേടി അതിനകത്തേക്ക് വരില്ല. ഒരു തരത്തിലും അതിന് ഇര തേടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ലളിതമാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഉള്ളതൊരു 40 മിനിറ്റ് ആണ്. 6:30 ദൗത്യം അവസാനിപ്പിക്കണം. കടുവയുള്ളതിന് 100 മീറ്റർ അടുത്ത് തന്നെയാണ് ദൗത്യസംഘമുള്ളത്. ഈ കടുവയുടെ കാലിന് പരിക്കണ്ട് അവശനിലയിലാണ്. അതുകൊണ്ട് തന്നെ മയക്കുപിടി വെച്ചാലും അധിക ദൂരം ഓടാനൊന്നുമുള്ള ഒരു ആരോഗ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കടുവയെ പിടികൂടുകയും ഒപ്പം തന്നെ അതിനെ അവിടെ നിന്ന് മാറ്റുകയും ചികിത്സ നൽകുകയും ഒക്കെ ചെയ്യുന്ന നടപടികൾക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും വനംവകുപ്പ് അങ്ങനെ ഒരു കരുതലിൽ തന്നെയാണ്. വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. മയക്കുവെടി വെച്ചാലും അത് അധിക ദൂരം സഞ്ചരിക്കില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. പക്ഷേ ആ വന്യമൃഗമാണ്, അതിൻ്റെ അവസ്ഥ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മയക്കുവെടി ഏറ്റു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ വേദന മറന്നത് ഓടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് വളരെ വിരളമാണ്, അല്ലെങ്കിൽ ചുരുക്കമാണ് എന്ന് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ മാത്രമുള്ള ക്രമീകരണങ്ങളാണ് ഈ ഏരിയയിലൊക്കെയുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കും ഇതിന് വലിയ കുഴപ്പമില്ല. ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മയക്കുവെടി വെക്കാൻ കഴിയും. കാരണം രാവിലെ 6 മണി മുതൽ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഇവിടെ നടക്കുന്നതാണ്. ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിൽ കടുവ കിടക്കുന്ന സ്ഥലം കടുവയെ കൃത്യമായി കാണാവുന്ന രീതിയിൽ അത് ഡ്രോൺ ആകാശ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത് അവിടുന്ന് മാറിയിട്ടില്ല. അതിന് സഞ്ചരിക്കാൻ കഴിയില്ല. വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇര തേടാനോ പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അതിൻ്റെ പരിക്ക് എന്നുള്ളത് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെയാണ് ഈ വനംവകുപ്പ് ഈ ദൗത്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതെന്തായാലും അധികം സമയം നീണ്ടു പോകില്ല. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഉടൻ തന്നെ മയക്കുവെടി വെക്കാനുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.